സർ, തുർക്കിയുടെ ഭീഷണിയെ ഇന്ത്യൻ നാവികസേന അവഗണിച്ചു എന്നൊരു വാർത്ത ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മളാണ് ബ്രേക്ക് ചെയ്തത്. നമ്മളാണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ മലയാളത്തിൽ ഒരുപക്ഷെ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ആൾ ഞാനാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ABC അത് റിപ്പോർട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഗ്രീസിലേക്ക് നമ്മുടെ INS ത്രിഖണ്ഡ് എന്ന് പറയുന്ന കപ്പൽ ഗ്രീസും ഫ്രാൻസും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത നാവിക അഭ്യാസത്തിനായി പോവുകയായിരുന്നു. അപ്പോൾ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന കടൽ കുറേ കാലമായി തുർക്കി അവരുടെ ഒരു സ്വകാര്യ സ്വത്ത് പോലെ അവരുടെ ഒരു മേഖല അവരുടെ സ്വകാര്യ സ്വത്ത് പോലെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ അന്താരാഷ്ട്ര സമുദ്രാതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ 200 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് പോയാൽ അന്താരാഷ്ട്ര വാട്ടേഴ്സാണ്. അതിലെ ആരെങ്കിലുമൊക്കെ പോയാൽ ഹലോ ആരാണ് പോകുന്നത് എന്ന് ആ രാജ്യത്ത് വേണമെന്ന് ചോദിക്കാം, വേണമെങ്കിൽ മറുപടി കൊടുക്കാം. കാരണം അത് നോമാൻസ് വാട്ടറാണ്, എല്ലാവരുടെയും അന്താരാഷ്ട്ര സമുദ്രപാതയാണ്. പക്ഷേ തുർക്കി കുറച്ച് കാലമായി തുർക്കിക്കൊരു മോഹമുണ്ടല്ലോ, ആഗോള ഇസ്ലാമിൻ്റെ അപ്പോസ്തലനാവണം അല്ലെങ്കിൽ തലവനാവണം എന്നുള്ള ഒരു ആഗ്രഹവും കൊണ്ട് നടക്കുന്ന ആളാണ് എർദോഗൻ. അതിൻ്റെ ഭാഗമായിട്ട് തുർക്കി അവിടെ വലിയൊരു സ്വാധീനം ഉറപ്പിക്കുന്നു. മാത്രമല്ല സൗദി അറേബ്യയ്ക്കും ചില താല്പര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ആ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഗ്രീസിലേക്ക് പോകുന്നു. ഗ്രീസിലേക്ക് പോകുമ്പോൾ തുർക്കിയുടെ ശ്രദ്ധയപ്പെട്ടു. തുർക്കി ഉടനെ ആരാണെന്ന് ചോദിച്ചു, നമ്മൾ മറുപടി കൊടുത്തില്ല. അതിൻ്റെ കാര്യമില്ല, ചുമ്മാ നമ്മുടെ വഴിയൂടെ പോകുമ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാനെന്ന് പറയാം, അല്ലെ പോടാന്ന് പറയാം. നമ്മൾ രണ്ടും പറയാതെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. ഉടൻ തുർക്കി പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ, നമ്മൾ മുന്നോട്ട് തന്നെ പോയി. അപ്പോഴേക്ക് തുർക്കിക്ക് മനസ്സിലായി ഇന്ത്യൻ യുദ്ധക്കപ്പലാണ് അത്. അങ്ങനെ അവർ നമ്മുടെ അതിർത്തിയിൽ കൂടെ നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്താണെങ്കിലും നമ്മൾ കുറേ കാലമായി നമ്മുടേതാണെന്ന് ഭാവിച്ചിരിക്കുന്ന ജലമാർഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ ബാക്കിയുള്ളവരും പോകും. കാരണം കുറേ ആയിട്ട് തുർക്കിയെ പേടിച്ചിട്ട് ആ വഴിക്കാരും പോകാറില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ അതങ്ങ് ലംഘിച്ച് നീ പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഇവർ അടിയന്തരമായി അവരുടെ സർക്കാരിൻ്റെ യോഗമൊക്കെ ചേർന്ന് പറഞ്ഞിട്ട് അല്ല, ഇന്ത്യൻ കപ്പലിനെ തടഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരും ആ വഴിക്ക് പോകും. അങ്ങനെ ഇവരെന്ത് ചെയ്തു, നമുക്കൊരു അന്ത്യശാസനം കൊടുത്തു. 18 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തിരിച്ചു പോയിരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അപ്പോഴും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ പിന്നെ സംഭവിച്ച സ്വാഭാവികമായും തുർക്കിയുടെ കപ്പലുകൾ നമ്മുടെ കപ്പലുകളെ വന്ന് വളഞ്ഞു. ഇവർ വളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ റഷ്യൻ നിർമ്മിതമായ ഈ കപ്പലിന് അകമ്പടിയായിട്ട് 3 കപ്പലൂടെ വരുന്നുണ്ട്. 3ലും ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രഹ്മോസ്. കാരണം പാകിസ്ഥാൻ്റെ കിരാന ഹിൽസിൽ അമേരിക്കയുടെ ന്യൂക്ലിയർ വാർഹെഡ്സ് സൂക്ഷിച്ചിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് ബങ്കറിൻ്റെ വാതിക്കെ പോയി നമ്മൾ പണി കൊടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ആണവ വികിരണം പുറത്തു വന്നപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി അമേരിക്കയുടെ ഇത്തരം ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി പറക്കുന്ന പ്രത്യേക വിമാനം ആ മേഖലയിൽ പറക്കുന്നത് ഫ്ലൈറ്റ് റഡാർ 24 ഉൾപ്പെടെയൊക്കെ വന്നു. അതുകൂടാതെ ഈജിപ്തിലെ നദീതീരത്തു നിന്നുള്ള പ്രത്യേകതരം മണ്ണ്, ഈ ആണവ വികിരണ ശേഷി തടയാൻ കഴിയുന്ന മണ്ണുമായി ഈജിപ്തിൽ നിന്നൊരു ട്രാൻസ്പോർട്ട് വിമാനം കിരാന ഹിൽസിലേക്ക് വന്നിരുന്നു. സർഗോദ ജില്ലയിൽ നൂർഗാൻ എയർബേസിനടുത്താണ് അമേരിക്ക കൊടുത്തിട്ടുള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് ഭൂമിക്കടിയിൽ പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്നത്. അവിടെ കയറി നമ്മൾ അടിച്ചത് ബ്രഹ്മോസ് കൊണ്ടാണ്. അമേരിക്കയുടെ കൈവശമുള്ള അമേരിക്കക്കാർക്കല്ലാതെ പാകിസ്ഥാൻകാർക്ക് പോലും പ്രവേശനമില്ലാത്ത നൂർഗാൻ എയർബേസ് നമ്മൾ ഉഴുതും മറിച്ച് തകർത്തു. അങ്ങനെ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മുടെ പക്കലുള്ള ശരിക്കും റഷ്യൻ ടെക്നോളജിയാണ്. ഈ ബ്രഹ്മോസിൻ്റെ ശേഷി എല്ലാവർക്കും അറിയാം. അപ്പോൾ ബ്രഹ്മോസ് ഉള്ള 3 കപ്പലുകളെ കണ്ടപ്പോൾ തുർക്കി വന്ന വഴിയിൽ വന്നതിനേക്കാൾ വേഗത്തിൽ ഓടിപ്പോയി. ഇതാണ് നടന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മളിത് പറയുമ്പോൾ ഞാൻ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് ഇന്നലെ രാവിലെ 8 മണിക്കാണ് ഞാൻ ആ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയയിൽ വന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടതായി ഭാവിച്ചിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞു ഇത് ഒരിടത്തും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ചില ആളുകൾ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ട് ചില സുഡാപ്പികൾ വന്നിട്ട് പറഞ്ഞു ഇത് ശരിയാണ്, ഇങ്ങനൊരു വാർത്തയുണ്ട്, പക്ഷേ ഈ പറയുന്നത് പോലൊന്നുമില്ല. പക്ഷെ എനിക്ക് അത്ഭുതം, പാകിസ്ഥാന് വേണ്ടി നിലവിളിക്കുന്ന സുഡാപ്പികളെ നമ്മൾ കാണാറുണ്ട്. തുർക്കിയെ നമ്മൾ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറേ തുർക്കി മക്കൾ കിടന്ന് കരയുന്നത് കണ്ടു. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ FB പോസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കാം. അതിൻ്റെ താഴെ തുർക്കി കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിയാണ്, തെറിവിളിയാണ്. കാരണം തുർക്കിക്കും ആരാധകർ നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ഹമാസിൻ്റെ ആൾക്കാരുണ്ട്, പലസ്തീനികളുണ്ട്, ഇപ്പോൾ തുർക്കിക്കാരും നമ്മുടെ നാട്ടിലുണ്ട്.
അപ്പോൾ അതിനിടയ്ക്ക് ഒരുത്തൻ്റെ ഒരു കമൻറ്റ് കണ്ടു, അപ്പോൾ ഈ പാകിസ്ഥാനെ സഹായിച്ചു എന്ന് പറയുന്ന പേരിൽ തുർക്കിയിലേക്ക് ആരും പോകരുത് എന്ന് പറയുന്ന വിഡ്ഢിത്തം എന്ന് പറഞ്ഞ തീരുമാനമെടുത്ത സർക്കാരാണെന്ന്. എടാ, നമ്മുടെ ആളുകളെ വെടിവെച്ച് കൊന്ന് മതം നോക്കി, മതം ചോദിച്ച്, മതം തിരിച്ചറിയാൻ വേണ്ടി വസ്ത്രം പൊക്കി നോക്കി വെടിവെച്ച് കൊന്നപ്പോൾ ഒരിറ്റ് കണ്ണീര് പൊഴിക്കാത്തവന്മാരാണ് പാകിസ്ഥാനിന് നേരെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ പ്രഹരം നടത്തുമ്പോൾ ഇവിടെ നിലവിളിക്കുന്നത്. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്ത വ്യവസ്ഥയെക്കുറിച്ചൊന്നും പറയില്ല. ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ണീരില്ല. പക്ഷെ തുർക്കി എന്ന് പറയുന്ന രാജ്യം കാണിച്ച ഒരു മസിൽ പെരുക്കി വന്നതിനെ പുല്ലുപോലെ കരുതി നമ്മളങ്ങ് പോയി എന്ന് പറയുമ്പോൾ അങ്ങ് സഹിക്കുന്നില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ തുർക്കിയോട് നമുക്കിപ്പം ശത്രുതയുണ്ട്. നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞില്ല, നമ്മൾ യുദ്ധം ചെയ്തത് ഒരു രാജ്യത്തോടല്ല, 3 രാജ്യങ്ങളോടാണ്. തുർക്കി ഉണ്ടായിരുന്നു, ചൈനയുണ്ടായിരുന്നു, പാകിസ്ഥാൻ്റെ കൂടെ. അപ്പോൾ തുർക്കിയാണ് ഈ സമയത്ത് നിർണായകമായ ബരാക്തർ ഡ്രോണുകൾ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ആധുനികമായ ഒരു ഡ്രോണുകളുണ്ട്. ആ ഡ്രോണുകൾ വിമാനക്കണക്കിനാണ് പാകിസ്ഥാൻ കൊണ്ട് ഇറക്കി കൊടുത്തത്. അങ്ങനെ നമ്മളെ സഹായിച്ച തുർക്കിയോട് നമുക്കൊരു കണക്ക് ബാക്കിയുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലൂടെ പോകുന്ന നമ്മുടെ കപ്പലുകളെ ആക്രമിക്കാൻ തുർക്കി വന്നാൽ നമ്മൾ തുർക്കിക്കിട്ട് പണിയും. കാരണം നമുക്ക് നമ്മുടെ ഭാഗത്ത് ലോകം മുഴുവൻ നിൽക്കും. കാരണം ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തുർക്കിയുടെ കപ്പൽ വന്ന് വളഞ്ഞാൽ ബ്രഹ്മോസുമായിട്ട് നമ്മുടെ 3 കപ്പലുകൾ, അകമ്പടി കപ്പലുകൾ വന്നത് ചുമ്മാതാണ്. തുർക്കിയെ തൊടത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം തുർക്കിയുടെ വാട്ടേഴ്സിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ ന്യായമല്ല. ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ നമ്മുടെ കപ്പലിനെ തുർക്കി വന്ന് വളഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതുകൊണ്ടാണ് ഉടനെ തന്നെ തുർക്കി ആകെ വരണ്ടു. തുർക്കി ഉടനെ നാറ്റോയൊക്കെ ഇടപെടുത്താൻ നോക്കി. കാരണം നാറ്റോ മെമ്പറാണല്ലോ തുർക്കി. പക്ഷേ നാറ്റോ മെമ്പറാണെങ്കിലും ട്രംപിന് തുർക്കിയെ കണ്ടുകൂടാ. ഈയിടെ എർദോഗനും ട്രംപും തമ്മിലൊരു മീറ്റിംഗ് നടന്നിട്ട് എർദോഗൻ ചോദിച്ചു, അണ്ണ അന്ന് തരാമെന്ന് പറഞ്ഞ F-35 എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രംപ് പറഞ്ഞു, ആലോചിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്നറിയോ, നാറ്റോയിൽ മെമ്പറായിരുന്നുകൊണ്ട് ഇവൻ പോയിട്ട് ഈ റഷ്യയുടെ ഇത് S-400 മേടിച്ചു. അപ്പോൾ റഷ്യൻ സാധനങ്ങൾ അമേരിക്കയുടേക്കാളും ഏറ്റവും മികച്ച, അമേരിക്കയുടെ താടൊക്കെ കിടന്നിടത്ത് പൂട പോലും ഇല്ലായിരുന്നു ഇസ്രായേലിൻ്റെ മിസൈൽ ഖത്തറിലേക്ക് പോയപ്പോൾ. മനസ്സിലായില്ലേ? ഈ താടിനെയൊക്കെ വെല്ലുന്ന ഏറ്റവും മികച്ച സാധനമാണ് S-400 എന്ന് നമ്മൾ തെളിയിച്ചു, ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സാധനം നാറ്റോയുടെ മെമ്പറായി അമേരിക്കയുടെ സംരക്ഷണം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന തുർക്കി മേടിച്ച് തുർക്കിയിൽ വെച്ചത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ നാളെ ഈ F-35 അങ്ങോട്ട് കൊടുത്താൽ പുട്ടിൻ വിളിച്ചിട്ട്, എർദോഗനെ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞാൽ കൊടുക്കില്ലെന്ന് ഉറപ്പുണ്ടോ? പിന്നെ ഇപ്പോൾ വേണ്ട, ഇപ്പോൾ F-35 പട്ടിക്ക് പോലും വേണ്ടാത്ത സാധനമാണ്. ഇവിടെ ഒരെണ്ണം വന്ന് ഇറങ്ങിയിട്ട് അവസാനം ജാക്കി വെച്ചിട്ടത് പൊങ്ങിയില്ല. എങ്ങനെയാണ് തിരിച്ചു പോയെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനുണ്ട്. ആ സമയത്താണ് ഈ നമ്മുടെ ഈ കപ്പലുകൾക്ക് നേരെയുള്ള അവരുടെ ഒരു നീക്കം ഉണ്ടായും, നമ്മളത് കൂസാതെ പോയത്. ഇതിനകത്ത് ആരും പറയാത്ത ഒരു മറുപടി കൂടിയുണ്ട്. അതായത് തുർക്കിക്ക് മാത്രമല്ല, ഈ മധ്യധരണാഴിയിലെ ഈ പ്രദേശത്ത് സൗദി അറേബ്യയ്ക്കും ഒരു താല്പര്യമുണ്ട്. സൗദി അറേബ്യയുടെ താല്പര്യം, സൗദി നമ്മളുമായിട്ട് നല്ല ബന്ധമാണ്. സൗദി നമ്മുടെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹോദരൻ എന്നാണ് പരസ്പരം ഇവർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ പോലും സൗദി പാകിസ്ഥാനുമായിട്ടൊരു കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാറ്റോ പോലെ പരസ്പരം ആക്രമിച്ചാൽ അങ്ങോട്ട് സഹായിക്കുന്നുള്ളൊരു കരാർ. അപ്പോൾ സൗദിയും പറയുന്നുണ്ട്, ഇവിടെ എൻ്റെയും തുർക്കി ചേട്ടൻ്റെയും കൂടെയാണ് ഈ വെള്ളം മുഴുവൻ എന്ന് സൗദി പറയുന്നുണ്ട്. ആ വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ സൗദിക്കുള്ളൊരു മറുപടിയും കൂടിയുണ്ട്. സൗദിക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനുള്ള മറുപടിയും കൂടിയാണ്. പക്ഷേ സൗദി മസിൽ പിടിക്കാനൊന്നും വന്നില്ല കേട്ടോ. തുർക്കി എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. MBSൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ, MBS പലസ്തീനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? പലസ്തീനൊക്കെ ഞങ്ങളുടെ കാര്യമൊന്നുമല്ല, ഞങ്ങൾ റാഡിക്കൽ ലൈനൊക്കെ വിട്ടു. എന്നുവെച്ചാൽ വർഗീയപരമായ തീവ്രവാദ സ്വഭാവമുള്ള ലൈനൊക്കെ ഞങ്ങൾ വിട്ടു. ഞങ്ങളിപ്പോൾ റാപ്പിഡ് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിവേഗത്തിലുള്ള വികസനമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മാതൃകാ പുരുഷനായ ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ സൗദി അറേബ്യ ഭരിക്കുന്നത്. കാരണം ഇവിടെ സൗദി ഉപേക്ഷിക്കുന്ന എല്ലാം ഇപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുക. സൗദി ഇപ്പോൾ പർദ്ദ എടുത്ത് കളഞ്ഞു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ്, പൊതുവേദികളിൽ ഇടപെടാനുള്ള അവസരം, നൃത്തം എല്ലാം അനുവദിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ സ്റ്റേജിൽ പോലും സ്ത്രീകളെ കയറ്റരുത്, ആണുങ്ങളുടെ കൂടെ ഒരുമിച്ചിരുത്തരുത് എന്നുള്ള നിയമം കൊണ്ട് സൗദി ഊരിക്കളഞ്ഞതെല്ലാം എടുത്ത് കേരളത്തിലെ മലയാളികൾ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് തുർക്കിക്കെതിരെ ഒരു നിലപാട് ഇന്ത്യ എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് നോവുന്നത്. ഏതായാലും ഇന്ത്യ അതിൻ്റെ അജയ്യമായ ഒരു നിലപാട്,
അനിഷേധ്യമായ നിലപാട്, അപ്രതിരോധ്യമായ ഒരു നിലപാട് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്താരാഷ്ട്ര വാട്ടേഴ്സിൽ കൂടെ പോകും. ഇത് നേരത്തെ സൗത്ത് ചൈന സീയിൽ സംഭവിച്ചിട്ടുണ്ട്. സൗത്ത് ചൈന സീ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തമാണ്. കാരണം കടലിൻ്റെ കൂട്ടത്തിൽ ചൈന എന്നൊരു പേരും കൂടി ഉള്ളതുകൊണ്ട് ഈ കടലും മുഴുവൻ എൻ്റെയാണെന്ന് ചൈനയ്ക്കൊരു ഭാവമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയാണ്, ഒരൊറ്റ കപ്പലും അതിലേ പോകാൻ പാടില്ല എന്ന് ഇന്ത്യക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അറബിക്കടൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറബ് രാജ്യങ്ങളിലാണ്, വേറെ ആരും പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കപ്പം തരണമെന്ന് അറേബ്യൻ രാജ്യങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തുർക്കി ആവശ്യമില്ലാത്തൊരു കളിയാണ് കളിച്ചത്. അതിന് നമ്മൾ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രഹ്മോസിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ കൂടിയിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മോസ് കണ്ടപ്പോൾ തുർക്കി കണ്ടം വഴി ഓടി, കപ്പലും എടുത്ത് തുർക്കി പാഞ്ഞുപോയി. ഇതൊരു വലിയൊരു മെസ്സേജാണ്. കാരണം തുർക്കി കുറേ കാലമായി നമ്മളോട് കളിക്കുന്നുണ്ട്. തുർക്കി കരുതിയത് നിങ്ങൾ പോകണം, 18 ആദ്യത്തെ അന്ത്യശാസനം, രണ്ടാമത്തെ അന്ത്യശാസനം 18 മണിക്കൂർ കപ്പലയക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ ഉടനെ ചേട്ടാ ഞാൻ പൊക്കോളാം കേട്ടോ എന്ന് പറയുന്നു. പക്ഷേ ഇതിനകത്ത് വലിയ തിരിച്ചടിയുണ്ട്. ഫ്രാൻസ് ഉണ്ടല്ലോ, ഫ്രാൻസ് അപ്പോൾ ഉടനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ഫ്രാൻസ് പറഞ്ഞു ഇന്ത്യൻ കപ്പലിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഗ്രീസും ഫ്രാൻസും കൂടെ ചേർന്നുള്ള ഒരു നേവൽ എക്സസൈസിന് വരികയാണ്. അതിപ്പോൾ ഞങ്ങളും നോക്കി, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നാറ്റോ കളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഫ്രാൻസ് പരസ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. തുർക്കിക്ക് ഭയങ്കര തിരിച്ചടിയായിപ്പോയി. കാരണം ഈ പറയുന്ന ആണവായുധ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ കൂടെയുള്ള ഒരുമിച്ചുള്ള പരിപാടിക്ക് പോകുമ്പോൾ ഇന്ത്യൻ കപ്പലിനെ തടയുക എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. തടയുക എന്ന് പറഞ്ഞാൽ അത് ഫ്രാൻസിനെതിരെ ഒരു വെല്ലുവിളിയായിട്ട് വരും. ഗ്രീസിൻ്റെ കാര്യത്തിൽ ആലോചിക്കണം. ഗ്രീൻസ് ഈ തുർക്കിയുമായിട്ട് പ്രശ്നത്തിലാണ്. മോദി സൈപ്രസിലും ഗ്രീസിലുമൊക്കെ പോയി എർദോഗന് നല്ല മറുപടിയായിരുന്നു കൊടുത്തത്. ഞങ്ങൾ നിൻ്റെ ശത്രുക്കളുടെ കൂടെ ഞങ്ങളുണ്ട്. നമ്മൾ അർമേനിയക്ക് ആയുധം കൊടുക്കുന്നുണ്ട്, ഗ്രീസിന് ആയുധം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആകാശ് മിസൈലുകൾ നമ്മളിപ്പം അർമേനിയക്ക് കൊടുത്തു. അർമേനിയ അസർബൈജാനോട്ട് അടിയാണ്. അസർബൈജാൻ ആയുധം കൊടുക്കുന്ന ആരാണെന്നറിയോ? തുർക്കിയാണ്. അസർബൈജാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അർമേനിയക്ക് ആയുധം കൊടുക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ രണ്ടുപേരും കയ്യിൽ വെച്ച് അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ കർട്ടന് പിന്നിൽ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മറുപടിയായിരുന്നു കഴിഞ്ഞ 27-ാം തീയതി വൈകിട്ട് ഈ പറയുന്ന മെഡിറ്ററേനിയൻ സീയിൽ കണ്ട്. മെഡിറ്ററേനിയൻ കടലിൻ്റെ അങ്ങേ അറ്റത്താണ് അമേരിക്കയുടെ വിമാനവാഹിനികൾ കിടക്കുന്നത്. ആരെ പ്രതിരോധിക്കാൻ? ഹൂത്തികളെ പ്രതിരോധിക്കാൻ. ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ അങ്ങേ അറ്റത്താണ് ഗാസയുള്ളത്. ആ മെഡിറ്ററേനിയൻ കടൽ മുതൽ ജോർദാൻ നദി വരെയുള്ള പ്രദേശം, റിവർ ടു സീ എന്ന് പറഞ്ഞ് അവിടെ മുഴുവനുള്ള ജൂതന്മാരെയും ഇസ്രയേലിനെയും തുടച്ചു നീക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഹമാസാണ്. പലസ്തീൻ്റെ വാദം അതാണ്. റിവർ ടു സീ ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന രാജ്യം ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് അങ്ങനെ എഴുതിയ ഒരു ബാഗും തൂക്കിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ വന്നത്. ആ മെഡിറ്ററേനിയൻ കടലിലാണ് ഇന്ത്യ തുർക്കിയുടെ ഭീഷണിയെ പുല്ലുപോലെ വെല്ലുവിളിച്ച് നമ്മൾ കുറേ കാലമായി അവർ കുത്തകയാക്കി വെച്ചിരുന്ന വാട്ടേഴ്സ്, ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്, ഏത് രാജ്യക്കാർക്കും അതിലെ പോകാമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്ത്. ഇനി നമ്മുടെ കപ്പലുകൾ ഇനി ഒരു തിരിച്ചൊരു വരവും കൂടെ ഉണ്ട്. അതിൽ എർദോഗൻ എന്ത് ചെയ്യുമെന്ന് കാണാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.